അങ്ങനെ ഞങ്ങളൊരു സർപ്രൈസ് വാങ്ങിക്കാൻ മണ്ണാർക്കാട് പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു പോക്കാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത്. ഉമ്മാനെയും കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ പോയി വരാം കേട്ടോ. കാരണം കുട്ടികളടുത്ത് ഉമ്മണ്ടല്ലോ എന്നുള്ളൊരു കേട്ടോ. കുഞ്ഞാക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൗണിൽ കയറുന്നുണ്ടെന്ന്. അപ്പോൾ മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല. ആ കയറിക്കോ എന്താ വാങ്ങേണ്ടത് വെച്ചാൽ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകണം. അങ്ങനെ ഏകദേശം ഞങ്ങൾ കുറച്ച് ഇടവഴിയിലൂടെയൊക്കെ പോയിട്ടാണ് കേട്ടോ. അതായത് കുറച്ച് കുറുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ടൗണിലെത്തി. കുറുക്ക് വഴിയിലൂടെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ വഴിയൊന്നും വല്ലാതെ പരിചയമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹയാസിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്വർണ്ണത്തിനാണെങ്കിലോ പൊരിഞ്ഞ തീ വിലയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം ഒന്നും നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എന്നാലും ഞാൻ എന്ത് കാര്യം വിചാരിച്ചാലും ഞാനത് നേടിയെടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ എന്ത് കാര്യം തന്നെ ആയാലും സ്വർണ്ണം ആയാലും വെള്ളി ആയാലും ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാലും ഞാനത് വാങ്ങിയെടുക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നായിട്ട് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണത് എന്താണെന്നുള്ളത്. ക്യാഷ് ഇപ്പോൾ ഉള്ളതൊന്നുമല്ല കേട്ടോ. കുറേ മുന്നേ കയ്യിലുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനത് വില കുറയുമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി എടുത്ത് വെക്കുന്നു. പക്ഷേ വില അങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഇനി ഞാൻ എടുത്ത് വെച്ചാൽ എൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ വില കൂടിയ ഈ ഒരു ടൈമിൽ ഞാനത് വാങ്ങിച്ചത്. കരുതി അത്ര തൂക്കത്തിൽ വാങ്ങിക്കാനൊന്നും പറ്റില്ല. എന്നാലും എൻ്റെ ആഗ്രഹത്തിന് ഞാൻ വിചാരിച്ച സംഭവം എനിക്ക് വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾ ഹയാസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ചിന്നുവിൻ്റെ റമി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ, ഈ ഒരു ടൈമിൽ നമുക്ക് ടൗണിൽ കൂടി കറങ്ങി നടക്കാൻ എന്താ ഒരു വൈബ്. അതായത് കുട്ടികളും മക്കളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ മൂന്നാളും കറങ്ങി നടക്കല്ലേ, നല്ല രസമായി. പിന്നെ കുഞ്ഞാക്ക് എപ്പോഴും ടൗണിലുള്ള കാരണം നമുക്ക് ഏത് ടൈമിൽ രാത്രിയിൽ അവിടെ എത്തിയാലും നമുക്ക് പേടിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങനെ കടയിലേക്കാണ് പോവാറ്. അതുകൊണ്ട് ആ വക പേടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സാമിയിലോട്ട് പോയി അവിടുന്ന് ഒരു സംഭവം വാങ്ങിക്കാണ്ടായിരുന്നു. ഇതിൻ്റെ മക്കളൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കളറാണ്, ഏത് പുള്ളിയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ നേരെ പോയത്. പക്ഷേ ഇത് വാങ്ങിക്കുന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രകടനം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. കാരണം കുറച്ചധികം കാണിക്കാനുണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ തന്നെ ചിന്നുവിൻ്റെ റമി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഹെൽമെറ്റ് മറന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത്. ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവന് നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് വേണമെന്ന് കിടക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും അവർ പോയി. എമ്മി നാത്തൂനും വന്നിട്ട് വീട് പണി നടക്കുന്നിടത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്തായി എങ്ങനെയായിരുന്നു, അതായത് നാത്തൂന് ആദ്യമായിട്ടാണ് കേട്ടോ വീട് പണി നടക്കുന്നിടത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ പോകണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കാണുമൊന്നുമില്ല, എന്നാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങളത് കാണാൻ ഇറങ്ങി കേട്ടോ. ഒരു മതിലപ്പുറം ഇപ്പുറം ആണെങ്കിലും ഇവർക്ക് രാത്രിയിലാണെങ്കിലും സൈക്കിൾ എടുക്കണം കേട്ടോ. കാരണം ഓട്ടാൻ കിട്ടുന്ന ഒരു ടൈമാണല്ലോ, അതും രാത്രി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാത്രി സൈക്കിൾ ഓട്ടം. ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ആൾ കൊടുക്കും. അങ്ങനെ സച്ചും കൂടെ സൈക്കിൾ എടുത്ത് ബാക്കിലൂടെ വരാൻ തുടങ്ങി. അങ്ങനെ ഉമ്മയും ഞാനും അനിയും കൂടെ വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ പോയിട്ടോ. ഇവിടെ നേരെ നടക്കാനും ഒന്നും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ലിൻഡിൽ വാർക്കാനുള്ള മുട്ടും പലകയും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ നീളത്തിലുള്ള ഒരു കമ്പിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രിയും കൂടെ ആണല്ലോ, ശരിക്കും കണ്ണും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ വരാൻ ശരിക്കും കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. കൂടെ തന്നെ ഒരു ലൈക്കും. നാളായി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.